ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മ്യ ആത്മീയതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണല്ലോ. അതിൻ്റെ ഏതാനും പ്രാരംഭ സെഷനുകൾ നമ്മൾ കാണുകയുണ്ടായി. 6ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് അമ്മ ത്രേസ്യായുടെ തന്നെ വാക്കുകളിലൂടെ ആ പുസ്തകത്തിൻ്റെ വരികൾ വായിച്ചുകൊണ്ട് നമുക്ക് വിചിന്തനത്തിൽ കടക്കാമെന്ന് ഞാൻ കഴിഞ്ഞ് സൂചിപ്പിച്ചിരുന്നു. ഇങ്ങനെ കുറേ കൂടെ ഇത് വെച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വായിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ഒരു ചിന്തയും കൂടി എടുത്തിട്ട് വേണം അങ്ങനത്തെ ഒരു ഓരോ സദനത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് നമുക്ക് വരാൻ എന്നാണ് എൻ്റെ ഉള്ളൊരു ബോധ്യം കിട്ടിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്നും കൂടെ ഒരു പക്ഷേ ഇന്ന് നാളെയും കൂടെ അടുത്ത സെഷനും കൂടെ നമ്മൾ ഒരു പൊതുവായ കാഴ്ചപ്പാടിലൂടെ നീങ്ങുകയാണ്. ഇതോടെ പ്രധാനപ്പെട്ടതുമാണ്. അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മത്തിൽ അമ്മ ത്രേസ്യ പങ്കുവെക്കുന്ന കാര്യങ്ങൾ മുഴുവനും പരിശോധിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനമായിട്ട് അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന 7 ചിന്തകളുണ്ട് എന്ന് ആത്മീയ ദൈവശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 7 ചിന്തകൾ അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിറച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. കാരണം ആ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അമ്മ ത്രേസ്യ പങ്കുവെക്കുന്ന ആഭ്യന്തര കർമ്മ്യ ആത്മീയത മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അമ്മ ത്രേസ്യയുടെ ആഭ്യന്തര കർമ്മ്യ ആത്മീയത മനസ്സിലാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. തമ്പുരാൻ്റെ കാര്യം വചനത്തിലുണ്ടല്ലോ, ഈശോ പഠിപ്പിച്ച കാര്യം ചെയ്താൽ പോരെ എന്നൊരു ചിന്ത വേണമെങ്കിൽ വരാം. പക്ഷെ യഥാർത്ഥത്തിൽ അമ്മ ത്രേസ്യ പങ്കുവെക്കുന്ന കലർപ്പില്ലാത്ത കത്തോലിക്ക അല്ലെ ക്രൈസ്തവ ആത്മീയതയുടെ പാഠങ്ങളും അനുഭവങ്ങളും തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു. അതുകൊണ്ട് സഭ അമ്മ ത്രേസ്യയെ വേദ പാരംഗതയായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതായിട്ട് ഉണ്ട്. ഈ 7 കാര്യങ്ങൾ നമുക്ക് അപരിചിതമായ കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ മതജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും നിരന്തരം കാണാനും കേൾക്കാനും പറയാനും പ്രാർത്ഥനയെ വിഷയമാക്കാനും ഒക്കെ ഇടവരുന്ന കാര്യങ്ങൾ തന്നെയാണത്. കഴിഞ്ഞ ദിവസങ്ങളിലെ സെഷനുകൾ നമ്മൾ കുറേയെല്ലാം സൂചിപ്പിച്ച് പോവുകയും ചെയ്തു. എങ്കിലും ഈ ഒരു കാഴ്ചപ്പാടിൽ ഈ 7 കാര്യങ്ങളൊന്ന് നമ്പറിട്ട് നമ്മുടെ ഉള്ളിൽ പതിച്ചെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതിങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം ഉള്ളിൽ പതിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കാനുള്ള പ്രേരണ വരികയാണ്. നമ്മൾ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം 3 അവസ്ഥകളുണ്ട്: പെർഗറ്റീവ്, ഇല്ലുമിനേറ്റീവ്, അതുപോലെ തന്നെ യുണീറ്റീവ്. അതിലേത് അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നൊരു ആത്മശോധന എടുത്തോ? അത് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊരു ആത്മീയ അനുഭവമായിട്ട് നമ്മൾ ഈ ഒരു ധ്യാന പങ്കുവെക്കലുകൾ മാറുകയുള്ളൂ. അല്ല നമ്മൾ കുറേ കാര്യം കണ്ടു കേട്ടങ്ങ് പോവുകയുള്ളൂ. കണ്ണാടിയിൽ തൻ്റെ രൂപം എങ്ങനെയാണെന്ന് കണ്ടിട്ട് മറന്നു പോകുന്ന ആളിനെ പോലെ നിങ്ങൾ ആകരുത്. വചനത്തിൽ കിട്ടുന്ന സ്വയം അവബോധം അനുസരിച്ച് നമ്മൾ ഇത് മാറ്റം വരുത്തണം, രൂപാന്തരപ്പെടണം എന്ന് യാക്കോബ് പുസ്തകം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആ 3 കാര്യങ്ങൾ കേട്ടപ്പോൾ പെർഗറ്റീവ്, ഇല്ലുമിനേറ്റീവ്, യുണീറ്റീവ്, ഈ 3 അവസ്ഥകളിൽ അല്ലെ പാതകളിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, ഏതിലാണ് ഞാൻ കൂടുതൽ വ്യാപരിക്കുന്നത്, ഏതിലേക്കാണ് ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്നൊരു അവബോധം എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൈസൻ പറഞ്ഞതായ ധ്യാനത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു 7 സ്റ്റെപ്പുകൾ, ആ 7 സ്റ്റെപ്പുകളൊന്ന് മനസ്സിൽ കുറിച്ച് വെക്കണം. സ്വയമായിട്ട് ചിന്തിച്ച 7 സ്റ്റെപ്പുകളിലൂടെ മനസ്സുകൊണ്ട് കടന്നു പോകാനായിട്ട് നമുക്ക് അത്രയും നമ്മളതിനെ ഹൃദയസ്ഥമാക്കണം. അത് കേട്ട് കടന്നു പോയി 7 സ്റ്റെപ്പ് അച്ഛൻ പറഞ്ഞത് ഏതൊക്കെയാണ്, 1, 2 ഇങ്ങനെ എന്തൊക്കെയാണ്, അങ്ങനെ അല്ലാതെ ഒന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, പിന്നെ ഇവിടെ ഗ്രൗണ്ടിൽ വരുന്നത്, പിന്നെ അകത്ത് രജിസ്ട്രേഷൻ നടത്തുന്നത്, ധ്യാനത്തിലേക്ക് പ്രവേശിച്ചുള്ള ആദ്യത്തെ ഞെരുക്കത്തിൻ്റെ സമയം, പിന്നെ അതിലേക്ക് രസം പിടിച്ച് രുചി പിടിച്ച് താല്പര്യമായിട്ട് വരുന്നത്, പിന്നെ നല്ലപോലെ സഹകരിച്ച് കൂടിയിട്ട് നല്ല തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച് ആഗ്രഹം കൊണ്ട് നിറയുന്നത്, പിന്നെ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കുക. അങ്ങനെ 7 കാര്യങ്ങൾ. ഇത് ഓരോന്നും ഒന്ന് മനസ്സിൽ ഹൃദയസ്ഥമാക്കി എടുക്കണം. അത്രയൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മറ്റേ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി പോകാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മൾ 7 കാര്യങ്ങളെ സൂചിപ്പിക്കുകയാണ്. ചിലപ്പോൾ അടുത്ത സെഷനും കൊണ്ട് ഇതിലേക്ക് വരേണ്ടി വരും. 7 കാര്യങ്ങളെ പെട്ടെന്ന് പേരൊന്ന് പറഞ്ഞു പോകാം. ആ 7 കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമൊക്കെ ആണെങ്കിൽ പോലും അമ്മ ത്രേസ്യനെ കാണുന്നവർ നമുക്കൊന്ന് കാണാനായിട്ട് നമുക്ക് ഉള്ളൊരുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, നമുക്കൊരു ആത്മാവുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതാണ് 1ാമത്തെ ചിന്ത, അമ്മ ത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. 2ാമത്തേത്, ഈ ആത്മാവ് ഒരു ഹർമ്മ്യമാണ്, വജ്രഹർമ്മ്യം, ഒരു വീടാണ് എന്നൊരു ചിന്തയാണ്. 3ാമത്തേത്, ഈ വീട്ടിലോട്ട് താമസിക്കുന്നുണ്ട്. ആ താമസിക്കുന്നത് ദൈവമാണ്. ദൈവം താമസിക്കേണ്ട വീടാണ് നമ്മുടെ ആത്മാവാകുന്ന ഹർമ്മ്യം എന്നുള്ളതാണ്. 4ാമത്തേത്, ഈ ആത്മാവിനൊരു ദൗത്യമുണ്ട്. ദൗത്യമെന്ന് പറയുന്നത് ഈ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന് ചേർന്ന ഭവനമായി സമ്പൂർണ്ണമായിട്ട് രൂപാന്തരപ്പെടുക. വേറെ വാക്ക് പറഞ്ഞ മതത്തിൽ പറയുമ്പോൾ ദൈവവുമായിട്ട് ഐക്യപ്പെടുക. ഇതാണ് ആത്മാവിൻ്റെ 1ാമത്തെ ഏറ്റവും വലിയ ദൗത്യം. അത് പരാജയപ്പെട്ട മൊത്തം പോയി. അത് 4ാമത്തെ കാര്യം. 5ാമത്തേന്ന് പറയുന്നത്, ഈ ദൗത്യത്തിനുള്ള വലിയ തടസ്സമെന്ന് പറയുന്നത് പാപമാണ്, മാരക പാപം. പാപം ഉള്ളിടത്തോളം കാലം ഈ ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയില്ല.
പാപം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പാപത്തെ മറികടക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് പാപമോചനം പ്രാപിക്കുക, പാപമോചനം, വിടുതൽ പ്രാപിക്കുക. പാപം പിശാചിൻ്റെ പ്രവൃത്തിയായിട്ട് പിശാചിൽ നിന്നും വിടുതൽ പ്രാപിക്കുക മാമോദിസ വഴി സംഭവിക്കുന്നതാണല്ലോ. അവിടെയാണ് നമുക്ക് ആരംഭിക്കാനായിട്ട് പറ്റുക. ഏഴാമത്തെ കാര്യം മദ്രസയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്, അങ്ങനെ വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് നീങ്ങുക എന്നുള്ള പ്രക്രിയ നിരന്തരം നടക്കണം. അത് നടക്കുന്നത് പ്രാർത്ഥന വഴിയായിട്ടാണ്. മനസ്സിലായപ്പോൾ ഇതാണ് 7 കാര്യങ്ങൾ. ഇത് നമുക്ക് 7 അറിയാവുന്നതാണെങ്കിലും അതൊന്ന് ഉള്ളിൽ പതിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആത്മീയ ദേവശാസ്ത്രജ്ഞന്മാർ അമദ്രേസ്യയുടെ ഈ പങ്കുവെക്കലിനെ ആഭ്യന്തര കർമ്മത്തെ വിശകലനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അടിവരയിട്ട് പറയുന്ന 7 കാര്യങ്ങൾ അമദ്രേസ്യനെ എങ്ങനെ കണ്ടു അതുപോലെ നമുക്കും ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതിനൊത്തിരി വിശദമായിട്ടൊന്നും പോകാനായിട്ടല്ല, ചെറിയൊരു വിചിന്തനം അമദ്രേസ്യയുടെ തന്നെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നമുക്കൊരാത്മാവുണ്ട് എന്നതിനെക്കുറിച്ചുള്ള അവബോധമാണ്. അമദ്രേസ്യ ചിന്ത എടുക്കുമ്പോൾ ഒന്നാമത് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ഛായ സാദൃശ്യം നമ്മുടെ ആത്മാവിലാണ് പ്രഥമത പതിഞ്ഞു കിടക്കുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ശരീരത്തിൽ കിട്ടുന്നത്. അതിൻ്റെ സഹായികളായിട്ടാണ് നമ്മുടെ മനസ്സും ബുദ്ധിയും ഭാവനയും ആന്തരേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മനുഷ്യന് ആത്മാവാണ്. അതുകൊണ്ട് ഈശോ പറഞ്ഞ നമുക്കറിയാം, മത്തായി 16:26 വാക്യത്തിൽ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്താ പ്രയോജനം ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിരക്ഷിക്കുന്നു എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുകയാണ്. അപ്പം ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് പകർന്നു തന്നു. അത് നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുവചനത്തിൽ, മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആത്മാവിനെ നിശ്വസിച്ചു. അങ്ങനെ ആത്മാവ് വരുമ്പോഴാണ് മനുഷ്യൻ ദൈവസാദൃശ്യം ഛായയുമുള്ള ജീവനുള്ള വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ ജഡവും ദൈവത്തിൻ്റെ ജീവനും. യോഹന്നാൻ 6 നമ്മൾ വായിക്കുന്നുള്ള 63-ാമത്തെ വാക്യത്തിൽ, ജഡം ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അപ്പോൾ നമ്മൾ മാമോദീസയിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് വന്നിട്ട് നമ്മൾ ജീവൻ പ്രാപിക്കും, ദൈവ മകനും മകളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു ആത്മാവ് നമുക്കുണ്ട്. ഇത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സഭ പഠിപ്പിക്കുന്നു. അമദ്രസ്യ പറയണം, അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ആത്മാവിൻ്റെ ആരോഗ്യം, ആത്മാവിൻ്റെ സ്വസ്ഥതി, ആത്മാവിൻ്റെ പോഷണം, ആത്മാവിന് നല്ല ഭക്ഷണം കൊടുക്കുക, ആത്മാവിനെ നല്ല ശോഭയിൽ സൗന്ദര്യത്തിൽ പരിപോഷിപ്പിക്കുക, സംരക്ഷിക്കുക, ആത്മാവിന് മുറിവുണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം, അല്ല അപകടമുണ്ടാകാവുന്ന രോഗമുണ്ടാകാവുന്ന കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. അത് പാപമാണ്. ഇതിലായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ ശ്രദ്ധ. ഇത് തിരിച്ചറിയാത്ത വ്യക്തി നമ്മൾ ആരാണെന്ന് അറിയാത്ത വ്യക്തിയാണ്. നമ്മളതിലേക്ക് വിശദമായിട്ട് പിന്നെ വരും. ഞാൻ ആരാണെന്ന് എനിക്കറിയത്തില്ല എങ്കിൽ പിന്നെ എന്താ എൻ്റെ അവസ്ഥ? ഒരാൾ എൻ്റെ പക്കം ചോദിക്കും. അമദ്രസ്യ പറയുന്ന ഉദാഹരണം ഇങ്ങനെയാണ്. ഒരാളും ചോദിക്കുക, നിങ്ങൾ ആരാ? ഞാനോ? ഞാനാരാ? ഞാൻ ആരാ? എനിക്കറിയത്തില്ല. എന്നിട്ട് ആ വിളിക്കാൻ പോവുകയാണ്. അങ്ങനെ പോകുന്ന വ്യക്തി ഇതൊരു പോഷണം എന്ന് പറയുന്നവർ നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. നമ്മളുടെ ഈ ആത്മാവ്, ഈ മാനസിക ഭൗതിക ഭാവന മേഖലകൾ, ആന്തരേന്ദ്രിയങ്ങൾ, ശരീരം, ഈ കാര്യങ്ങൾ അതിൻ്റെ ക്രമത്തിൽ മനസ്സിലാക്കാതെ വരുമ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒരു പ്രാധാന്യം പരിഗണന നമുക്ക് ആത്മാവിനും ആത്മീയ കാര്യങ്ങൾക്കും കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മൾ മദ്രസ വന്നത് പറയുന്നു. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ ആത്മാവെന്ന് പറയുന്ന ഒരു വീടാണ്, അതൊരു ഹർമ്മ്യമാണ്. മദ്രസയ്ക്ക് ദിശ വെളിപ്പെടുത്തി കൊടുത്തത് ഒറ്റ വജ്രം കൊണ്ടുണ്ടാക്കിയ, അല്ല സ്ഫടികം പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വീടാണത്. വീട് എന്ന് പറയുമ്പോൾ ആർക്ക് താമസിക്കാനുള്ളതാണ്? ആർക്ക് താമസിക്കാം? ദൈവമാണ് താമസിക്കേണ്ടത്. പക്ഷെ ദൈവത്തെ താമസിപ്പിക്കാനായിട്ട് ഈ ആത്മാവ് ശ്രദ്ധ എടുക്കുന്നില്ല എങ്കിൽ അവിടെ അശുദ്ധ ആത്മാവ്, പൈശാചിക അരിവുകളും താമസിക്കാം. മത്തായി 12:43 മുതൽ വാക്യം നമ്മൾ കാണുന്നുണ്ട്. അശുദ്ധ ആത്മാവ് ഒരുവനെ വിട്ടുപോകുന്നു, ഇവർ തിരിച്ചു വരാൻ നോക്കുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും, അവിടെ ചെന്ന് കയറാൻ നോക്കും, വേറെ 7 കൂടെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അങ്ങനെ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു, അവന് വസിച്ചുവെന്ന് ലൂക്ക 22:1-2 വാക്യങ്ങളിലും മത്തായി 13 വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മാവ് ഒരു വീടാണ്, ആലയമാണ്, ഹർമ്മ്യമാണ്. അവിടെ ദൈവമാണ് വസിക്കേണ്ടത്. ദൈവം വസിക്കുന്നില്ലെങ്കിൽ വേറെ വസിക്കാൻ ആൾക്കാരുണ്ട്.
അത് കാലിയായിട്ട് കിടക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് രണ്ടാമത്തെ ആത്മീയ അടിസ്ഥാന ചിന്ത അമ്മത്രേസ്യ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ ഈ ആത്മാവാകുന്ന ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാമോദിസ മുങ്ങിയ ഒരു വ്യക്തിയിൽ ദൈവം തൻ്റെ ആത്മാവിന് വീണ്ടും തരുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ ആത്മാവ് സ്ഥിരമായിട്ട് മനുഷ്യനെ വസിക്കുകയല്ല, അവൻ വെറും ജഡമാണ്. ദൈവം നൊമ്പരത്തോടെ അന്ന് പറഞ്ഞു. അങ്ങനെ ആത്മാവ് മനുഷ്യനെ വിട്ടുപോയി. ദൈവം കൂടെ ഇല്ലാത്ത ആൾക്കാരായിട്ട് മനുഷ്യർ മാറി. പക്ഷെ പിന്നീട് മാമോദീസയിലൂടെ നമ്മളെ ദൈവം മകനും മകളുമാക്കി മാറ്റുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിന് നമുക്ക് പകർന്നു തരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവമകനോ മകളായിട്ട് മാറുന്നത്, ദൈവ സാന്നിധ്യമുള്ളവരായിട്ട് തീരുന്നത്, ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം. അപ്പോൾ ദൈവം വസിക്കുന്ന വീടാണ്, ആലയമാണ് നമ്മുടെ ശരീരം എന്നുള്ളൊരു ബോധ്യം. ഇത് വചനത്തിൽ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്തോസ് 1:22 ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് അച്ചാരമായി നമ്മിലേക്ക് പകർന്നു തന്നിരിക്കുന്നു നമ്മൾ വായിക്കുകയാണ്. 2 കൊരിന്തോസ് 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു, തൻ്റെ ആത്മാവിനെ നമുക്ക് അച്ചാരമായിട്ട് നമ്മിലേക്ക് പകർന്നു തന്നിരിക്കുന്നുവെന്ന്. 2 കൊരിന്തോസ് 13:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പരീക്ഷിക്കുവിൻ, ക്രിസ്തു നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ, അല്ല നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മൾ വസിക്കുന്നു, ഈശോ നമ്മൾ വസിക്കുന്നു. വീണ്ടും ലൂക്ക 17:21 വാക്യം, ദൈവരാജ്യം നിങ്ങളെ തന്നെയാണ്, ദൈവം ഭരിക്കുന്ന നിങ്ങൾ വസിച്ചുകൊണ്ട് നമ്മൾ വായിക്കുകയാണ്. യോഹന്നാൻ 14:20-21 വാക്യങ്ങളിൽ ഞാൻ വന്ന് അവന് വാസമർപ്പിക്കും, ഞങ്ങൾ പിതാവും പുത്രനും വന്ന് അവന് വാസമർപ്പിക്കാനും വീടാക്കി തീർക്കും എന്നിങ്ങനെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. നമ്മളുടെ ഉള്ളമാണ് ദൈവം നിറഞ്ഞു വസിക്കുന്ന സക്രാരി. അൾത്താരിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഇരുമ്പ് പണിക്കാരനോ ഒക്കെ ഉണ്ടാക്കിയ തടികൊണ്ടുണ്ടാക്കിയ അല്ല സ്വർണം പൂശിയ സക്രാരിയേക്കാൾ ദൈവം നിറഞ്ഞ് ഇഷ്ടപ്പെട്ട് വസിക്കുന്ന സക്രാരി നമ്മുടെ ഉള്ളമാണ്. നമുക്കറിയാം, കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈശോ പറയുന്ന വാക്യങ്ങളിൽ, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് ഭക്ഷിക്കുന്നവൻ എന്നിൽ ഞാൻ അവനിലും വസിക്കും എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ ശരീരമാണ്, ഈ അപ്പം നിങ്ങളെടുത്ത് പെട്ടിയിൽ സൂക്ഷിച്ച് വെച്ച് സക്രാരി വെച്ച് പൂട്ടി വെക്കുക എന്നല്ല, അല്ലെങ്കിൽ അരുളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ട് നിങ്ങൾ തിരികെ എത്തിച്ച് ആരാധിക്കുക എന്നുള്ളതല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. അത് പിന്നീട് അജപാലന ആവശ്യത്തിന് വേണ്ടിയിട്ട് സഭ രൂപപ്പെട്ട് വന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അതിൻ്റെ പ്രാധാന്യ പ്രസക്തി എല്ലാം കൊണ്ട് നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് ഈശോ നമുക്ക് വേണ്ടി വിഭാജിച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ടാണ്, കുർബാന സ്ഥാപനം വഴിയായിട്ട്. അപ്പോൾ ദൈവം നമ്മൾ വസിക്കുന്നു എന്നുള്ള അവബോധം, ഇതാണ് മൂന്നാമത്തെ കാര്യം അമ്മത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അമ്മത്രേസ്യയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന 7 ചിന്തകളിൽ 3 നമ്മളിന്ന് കാണുകയായിരുന്നു. നമുക്കിതിൻ്റെ ബാക്കി 4 ചിന്തകൾ നമുക്ക് അടുത്ത ദിവസം സെഷനിലെ പരിചിന്തന വിഷയമാക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ നിറച്ചെടുക്കണം. ഇതോരോന്നും നമ്മൾ നമ്മോട് തന്നെ പറയണം, ഓർമ്മിക്കണം. ഇതുകൊണ്ട് നമ്മൾ നിറയണം. ഇതിന് 1-ാം സ്ഥാനം പരിഗണന കൊടുക്കണം. എങ്കിലും നമുക്ക് അമ്മത്രേസ്യ നമ്മൾ നടത്തുന്ന ആ ഒരു ആത്മീയ വഴിയിലൂടെ നമുക്ക് ഒപ്പം നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളോട് പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.